ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ മംഗലശ്ശേരിയിൽ നിന്ന് പുറത്തു പോകുകയാണ് എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സ്വാതി. അതുകൊണ്ട് തന്നെ മംഗലശ്ശേരിയുടെ പടിയിറങ്ങി താൻ ഇനി മടങ്ങി വരില്ല എന്ന തീരുമാനത്തോടെ ചന്ദ്രകാന്തത്തിലേക്ക് പുറപ്പെടുന്ന സ്വാതി ബാഗുമായിട്ട് ഫംഗ്ഷൻ ഹാളിലേക്ക് എത്തിയതും അവിടെ നിന്ന് എല്ലാവരും ആകെ ആശങ്കയിലായി. സഞ്ജു എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വിഷമത്തോടെ ആ ബെഡിലേക്ക് ഇരിക്കുമ്പോൾ സഞ്ജുവിന്റെ പിന്നാലെ ലച്ചുവും ആ ഹാളിലേക്ക് എത്തുന്നു. സ്വാതി ബാഗുമായി അവിടേക്ക് പടിയിറങ്ങാനായി തയ്യാറായി വന്നു നിൽക്കുന്നത് കണ്ട് ശ്രീദേവിയും മുത്തശ്ശിയും ഒക്കെ സ്വാതിയോട് സംസാരിച്ചു. സ്വാതി അതെല്ലാം കേട്ടതിന് ശേഷം എന്ത് പറയണം എന്ന് മറുപടി എന്ത് നൽകുമെന്നതിന് യാതൊരു പഞ്ഞവുമില്ലാതെ കൃത്യമായി തന്നെ തന്റെ ഉത്തരം എല്ലാവരെയും അറിയിച്ചു. ഇനിയും ഇത് സഹിച്ച് എനിക്കിവിടെ നിൽക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ സ്വാതി, ഞാൻ പോവുകയാണമ്മേ, ഇനിയും എന്നെ നിർബന്ധിക്കരുത് എന്നറിയിച്ചു. അപ്പോഴേക്കും ലച്ചു സഞ്ജുവിനോട് എങ്ങനെയും ചേച്ചി ഇവിടെ പിടിച്ചു നിർത്താനായി ആവശ്യപ്പെട്ടു. അപ്പോഴേക്കും ശ്രീദേവി സ്വാതിയോട് പറഞ്ഞു, മോളെ, നീ കണ്ടതും നീ നടന്നതും ഒക്കെ അറിയാവുന്നവളല്ലേ, എല്ലാ സംഭവങ്ങളും നിനക്ക് അറിയാവുന്നതല്ലേ, അതുകൊണ്ട് നീ വെറുതെ ഇപ്പോ എടുത്തു ചാടിക്കുന്ന ഒരു തീരുമാനം എടുക്കരുത് എന്ന് പറഞ്ഞിട്ടും കവിത അരികിലേക്ക് എത്തി പറഞ്ഞു, അതെ, ആർക്കാണെങ്കിലും സമാധാനമല്ലേ വലുത്, സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ടാൽ പിന്നെ എങ്ങനെ ആ വീട്ടിൽ പിടിച്ചു നിൽക്കാനാകും എന്ന് കവിതയും അന്വേഷിച്ചു. അവസാനം സഞ്ജുവിന് മറുപടി ഒന്നും പറയാനില്ലാതെ ആകെ വിഷമിച്ചങ്ങനെ നിൽക്കുമ്പോഴേക്കും സ്വാതി താൻ പോവുകയാണെന്ന് പറയുമ്പോൾ മുത്തശ്ശി സ്വാതിയെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ, നീ ഇവിടെ നിന്ന് പോകരുത്, എന്തിനും ഈ മുത്തശ്ശി നിന്റെ ഒപ്പം ഉണ്ട് എന്ന് പറയുമ്പോൾ സ്വാതി പറഞ്ഞു, മുത്തശ്ശി എന്നോട് ക്ഷമിക്കണം, ഇനിയും എനിക്ക് ഇതെല്ലാം കണ്ടും കേട്ടും സഹിച്ചും നിൽക്കാനാവില്ല മുത്തശ്ശി എന്ന് പറഞ്ഞ് സ്വാതി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ സ്വാതിയുടെ ആ സങ്കടം മനസ്സിലാക്കിയ മുത്തശ്ശി സഞ്ജുവിനെ നേരെ നോക്കിയിട്ട് പറഞ്ഞു, ആ പാവം പെൺകുച്ചിനെ ചതിച്ചത് ശരിയായില്ല മോനെ എന്ന് പറഞ്ഞു. ലച്ചു സ്വാതി ഭാഗമെടുത്ത് പുറത്തേക്ക് പോകുന്ന സമയത്ത് ലച്ചുവും പിന്നാലെ പോയത് കണ്ടതോടെ മുത്തശ്ശി പറഞ്ഞു, നിനക്ക് ഇന്ന് അവള് വാങ്ങിച്ചു തന്ന ആ അവള് വാങ്ങിച്ച ഡ്രസ്സെങ്കിലും നിനക്ക് നിടാമായിരുന്നു, അതിന് പകരം നീ ലച്ചു വാങ്ങിച്ചു തന്ന ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നത് എന്തുകൊണ്ടും ശരിയായില്ല മോനെ എന്ന് പറഞ്ഞതും സഞ്ജു പറഞ്ഞു, മുത്തശ്ശി എന്താ ഈ പറയുന്നത്, എനിക്കറിയില്ല അവള് വാങ്ങിച്ചു തന്ന ഡ്രസ്സായതെന്ന് കരുതിയ ഞാനത് എടുത്തിട്ടത് എന്ന് പറഞ്ഞതും പെട്ടെന്ന് മുത്തശ്ശിയും ശ്രീദേവിയും ഞെട്ടി. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ലച്ചുവും സ്വാതിയും വാങ്ങിച്ചു തന്ന ഏതൊക്കെ ഡ്രസ്സാന്ന് പോലും എനിക്കറിയില്ല, ഇത് സ്വാതി വാങ്ങിച്ചു തന്ന ഡ്രസ്സാണെന്നാണ് ഞാൻ കരുതിയത്, അതല്ലേ ഞാൻ ഇത് ഇട്ടുകൊണ്ട് വന്നത് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കവിത പറഞ്ഞു, ഇനി കൂടുതലൊന്നും പറയണ്ട, കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഡിവോഴ്സ് പേപ്പർ ഒപ്പിടാൻ തയ്യാറായിക്കോ, ഇനി എൻ്റെ വലിയേച്ചി ഇവിടേക്ക് മകളെ പറഞ്ഞയക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് കവിത അവിടെ നിന്ന് പോകുന്നു. എല്ലാവരും ആകെ തകർന്നു നിൽക്കുമ്പോൾ ലച്ചു സഞ്ജുവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് സഞ്ജുവിനെ നെഞ്ചിലേക്ക് ചേർന്നിട്ട് പറഞ്ഞു, എനിക്കറിയില്ല സഞ്ജുവേട്ട, എന്തുകൊണ്ടാണ് ശ്രീകുട്ടി ചേച്ചി ഇങ്ങനെയെല്ലാം പെരുമാറുന്നത് എന്ന് പറഞ്ഞ് ലച്ചു പൊട്ടിക്കരയുന്നു. അപ്പോഴേക്കും ചന്ദ്രകാന്തത്തിന്റെ ഗേറ്റ് കടന്ന് അവിടേക്ക് സ്വാതി എത്തി. ഓട്ടോയിൽ നിന്ന് ബാഗുമായിട്ട് സ്വാതി വീട്ടിലേക്ക് കടന്നു കയറുമ്പോൾ അവിടെ കോളിംഗ് ബെൽ അടിച്ച ഉടനെ തന്നെ വാതിൽ തുറന്ന് മുന്നിലേക്ക് എത്തി കാഞ്ചന നോക്കുമ്പോൾ കയ്യിൽ ബാഗുമായിട്ട് സങ്കടത്തോടെ വന്ന് നിൽക്കുന്ന ശ്രീകുട്ടിയെ കണ്ടതോടെ കാഞ്ചന അരികിലേക്ക് ഓടി വന്നു. എന്താ മോളെ, എന്താ നിനക്ക് പറ്റിയത്, നീ എന്താ സങ്കടത്തിലാണല്ലോ, എന്ത് പറ്റി, എന്താ ബാഗൊക്കെ ആയിട്ട് എന്ന് ചോദിച്ചതും ഞാൻ പോന്നു അമ്മേ, ഇനി ഞാൻ അങ്ങോട്ടേക്കില്ല. അങ്ങനെ കേട്ടതും കാഞ്ചന ചോദിച്ചു, കാര്യം എന്താന്ന് നീ പറ, സഞ്ജുവിന്റെ പിറന്നാൾ ദിവസമായി എന്ന് നീ അവിടുന്ന് പോരാനുള്ള കാരണം എന്താന്ന് എനിക്ക് അറിയണം എന്ന് പറഞ്ഞതും സ്വാതി സങ്കടത്തോടെ കാഞ്ചനയോട് പറഞ്ഞു, അമ്മേ, ഞാൻ സഞ്ജുവിനെയും അമ്മുവിനെയും സുഖമായി ജീവിച്ചോട്ടെ, അമ്മുവിന്റെ ഒപ്പം സഞ്ജു സുഖമായി കഴിഞ്ഞോട്ടെ, അത് എൻ്റെ തീരുമാനം എന്നറിയിച്ചു. അത് കേട്ടതോടെ കാഞ്ചനയാകെ തകർന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് ബാഗും എടുത്ത് സ്വാതി നേരെ റൂമിലേക്ക് പോയി വാതിലടച്ചു. ഇത് കണ്ട ഉടനെ പിന്നാലെ എത്തിയ കാഞ്ചന വാതിൽ തുറക്കാനായി വീണ്ടും വീണ്ടും സ്വാതിയെ വിളിക്കുന്നു. സ്വാതി വാതിൽ തുറക്കാതായതോടെ അവിടേക്ക് പ്രഭയെ വിളിച്ചു വരുത്തുന്നു. കാഞ്ചന, പ്രഭ ഒന്ന് വന്നേ എന്ന് പറഞ്ഞിട്ടും പ്രഭ ഓടിയെത്തി. എന്താ കാര്യം, മോള് ഇതിനകത്ത് കയറി വാതിലടച്ചു എന്ന് പറഞ്ഞത് കേട്ട് വേഗം തന്നെ പ്രഭ അരികിലേക്ക് ഓടിയെത്തി. മോളെ വാതിൽ തുറക്ക്, അച്ഛനാ വിളിക്കുന്നത് എന്ന് പറഞ്ഞു. അവസാനം വാതിൽ തുറന്ന സ്വാതിയോട് അരികിലേക്ക് എത്തിയ പ്രഭ ചോദിച്ചു, എന്താ മോളെ, എന്താ സംഭവിച്ചത്? അപ്പോഴേക്കും സ്വാതി പറഞ്ഞു, അച്ഛാ, ഇന്നത്തെ ദിവസം ഞാൻ സഞ്ജുവിന് ഒരു ബർത്ത്ഡേ പ്രസന്റ് വാങ്ങിച്ചു, അതുപോലെ തന്നെ അമ്മുവും സഞ്ജുവിന് വേണ്ടി ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു. പക്ഷേ സഞ്ജു ഞാൻ വാങ്ങിച്ചു കൊടുത്തതിടാതെ അമ്മു വാങ്ങിച്ചു കൊടുത്തത് എടുത്താണ് ധരിക്കുകയാണ് ചെയ്തത്. ഇനി എനിക്ക് അവിടെ നിൽക്കാനാവില്ല. പറഞ്ഞ് അമ്മു ഇപ്പോൾ സഞ്ജുവിന്റെ ഭാര്യയാണെന്നുള്ളൊരു തോന്നൽ സഞ്ജുവിന്റെ മനസ്സിലുണ്ടായെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് സ്വാതി സങ്കടത്തോടെ അറിയിച്ചു. ഇതെല്ലാം കേട്ടതോടെ കാഞ്ചന പറഞ്ഞു, ഇനി അവനുമായിട്ടൊരു ബന്ധം നമുക്ക് വേണ്ട, അവൻ അമ്മുവിന്റെ കൂടെ ജീവിച്ചോട്ടെ, എൻ്റെ മോളെ വെറുതെ വിട്ടാക്കാൻ ഞാൻ അവരോട് പറയും, ഇനി എൻ്റെ മോൾ അങ്ങോട്ട് തിരിച്ചു പോകണ്ട, ഞാനൊന്ന് കാണട്ടെ അവരെ എന്ന് പറഞ്ഞതും ഉടനെ പ്രഭ പറഞ്ഞു, കാഞ്ചന സമാധാനത്തോടെ ഇരിക്കെ, ഞാനൊന്ന്
ആലോചിക്കട്ടെ എന്താ വേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് അവിടെ നിന്ന് പ്രഭ പോകുമ്പോൾ കാഞ്ചനയെ കെട്ടിപ്പിടിച്ച് സ്വാതി കരയുന്നു. അതിനുശേഷം കവിത വിവരങ്ങളൊക്കെ ദക്ഷയെ വിളിച്ച് അറിയിച്ചു. അവിടെ നിന്ന് കാഞ്ചനയുടെ മകളായ തന്റെ പ്രിയപ്പെട്ട ചേച്ചിയുടെ മകൾ സ്വാതി ഇത്രയും നാളും തനിക്ക് വെല്ലുവിളിയൊക്കെ ഉയർത്തിക്കൊണ്ട് നിന്നിരുന്ന അവൾ പടിയിറങ്ങി പോയി എന്നുള്ള കാര്യം കവിത വളരെ സന്തോഷത്തോടെ ദക്ഷയെ അറിയിച്ചു. എന്തായാലും ഇനിയൊരു മടങ്ങിവരവില്ല. തീർച്ചയായിട്ടും വല്യേച്ചിയും അവളെ ഇനി ഇങ്ങോട്ട് വരാൻ അനുവദിക്കില്ല, എനിക്കത് ഉറപ്പാണ് എന്ന് പറഞ്ഞതും ദക്ഷ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കൊള്ളാം. പക്ഷെ ഒരു കാര്യം കൂടി, ഇനിയിപ്പോ കവിതയുടെ ആഗ്രഹം എന്താണ്? അവൾ മടങ്ങി വരരുത് എന്നുള്ളത് തന്നെയാണോ എന്ന് ചോദിച്ചതും, എന്തൊക്കെയായാലും അവൾ എൻ്റെ ചേച്ചിയുടെ മകളല്ലേ, അപ്പൊ പിന്നെ അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണമെന്നല്ലേ ഞാനും ആഗ്രഹിക്കാറുള്ളൂ എന്ന് കവിത പറഞ്ഞു. അപ്പോഴേക്കും ദക്ഷ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇനി സ്വാതി ഇവിടേക്ക് മടങ്ങി വരാതിരിക്കുന്ന തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം, അതല്ലേ വേണ്ടത് എന്ന് പറഞ്ഞു. അമ്മു ഒരു കാരണവശാലും സത്യങ്ങൾ ഒരിക്കലും അറിയാൻ പാടില്ല, അതാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത് എന്ന് അറിയിച്ചു. അതെല്ലാം കേട്ടുകൊണ്ട് കവിത അതിനു വേണ്ട കാര്യങ്ങളൊക്കെ തനിക്ക് അറിയാമെന്ന് പറഞ്ഞ് കവിത ഫോൺ വെച്ചു. അപ്പോഴും സഞ്ജു സ്വാതി തന്നോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ആ പടി ഇറങ്ങിപ്പോയ കാര്യമോർത്ത് വിഷമത്തോടെ സഞ്ജു നിൽക്കുമ്പോൾ സഞ്ജുവിന്റെ ഫോണിലേക്ക് പ്രഭ വിളിക്കുന്നു. കോൾ എടുത്ത ഉടനെ സഞ്ജുവിനോട് പ്രഭ ചൂടായി, നാണമില്ലല്ലോടാ നിനക്ക്, നീ എൻ്റെ മകളെ വഞ്ചിക്കുകയായിരുന്നല്ലേ, നീ എൻ്റെ മകളെ ചതിക്കുകയായിരുന്നല്ലേ എന്ന് പറഞ്ഞതും സഞ്ജു പറഞ്ഞു, ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും സ്വാതിയെ ചതിച്ചിട്ടില്ല, എൻ്റെ സ്വാതിയോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് മാത്രമാണ് ഞാൻ ഓരോന്നും ചെയ്യുന്നത്, സ്വാതിയെ ഒരിക്കലും എനിക്ക് ചതിക്കാനാകില്ല അങ്കിൾ എന്ന് പറഞ്ഞതും ഉടനെ പ്രഭ ചോദിച്ചു, അങ്ങനെ നിന്റെ നെഞ്ചത്ത് കൈവച്ച് പറയാവോ നീ എൻ്റെ മകളെ ചതിച്ചിട്ടില്ല എന്ന് വേഗം പ്രഭ ചോദിച്ചത് കേട്ട് സഞ്ജു ഉത്തരം മുട്ടി നിന്നു. ഉടനെ തന്നെ സഞ്ജു പറഞ്ഞു, എന്നിട്ട് നീ ഇന്ന് എന്താ ചെയ്തത്? നീ അമ്മു വാങ്ങിച്ചു തന്ന ഡ്രസ്സ് എടുത്ത് ധരിക്കുകയല്ലേ ചെയ്തത് എന്ന് ചോദിച്ചതും സഞ്ജു പറഞ്ഞു, അങ്കിൾ ഇവിടെ നടന്നൊന്നും അറിയാത്തത് കൊണ്ടാണ്, സത്യത്തിൽ സ്വാതി എനിക്ക് ഡ്രസ്സ് എടുത്ത് തരുന്നതും ആ ഡ്രസ്സ് ഞാൻ ഇന്ന് ഇടുകയുള്ളൂ എന്നും ഞാൻ സ്വാതിക്ക് വാക്ക് കൊടുത്തതാണ്. പക്ഷെ ഞാൻ എത്ര ചോദിച്ചിട്ടും അവൾ എനിക്ക് വേണ്ടി വാങ്ങിച്ചത് എന്താണെന്ന് പറയാൻ പോലും അവൾ തയ്യാറായില്ല. ഞാൻ കുളി കഴിഞ്ഞ് ഇറങ്ങി വന്ന സമയത്ത് അവിടെ ഇരുന്നത് ഗിഫ്റ്റ് ബോക്സിൽ നിന്നുള്ള ആ ഡ്രസ്സ് എടുത്ത് ഞാൻ ഇടുകയാണ് ചെയ്തത്. ആ കുർത്തയാണ് സ്വാതി വാങ്ങിച്ചതെന്നാണ് ഞാൻ കരുതിയത്. അവിടെ ആ കുർത്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഉണ്ടായിരുന്ന ആരോ എന്നെ ചതിച്ചതാണ്. ഇവിടെ ഉണ്ടായിരുന്നവരിൽ ആരോ ഒരാൾ ആ ഗിഫ്റ്റ് ബോക്സ് എടുത്ത് മാറ്റി വെച്ചു. എന്നിട്ട് ലച്ചു വാങ്ങിച്ചു തന്ന ആ ഗിഫ്റ്റ് ബോക്സ് അവിടെ വെച്ചു. അതാണ് സംഭവിച്ചത്. ഞാനിതൊന്നും അറിയാതെ കുളി കഴിഞ്ഞ് വന്ന ഞാൻ സ്വാതി വാങ്ങിച്ചു തന്നാണെന്ന് ഓർത്ത് അതെടുത്തിടുകയും ചെയ്തു. പല ആവർത്തി ഞാൻ അവളോട് ചോദിച്ചിട്ടും അവൾ ഏത് ഗിഫ്റ്റ് എനിക്ക് വാങ്ങിച്ചതെന്നും ഏത് ഡ്രസ്സാണ് വാങ്ങിച്ചതെന്നും അവൾ എന്നോട് പറയാൻ തയ്യാറായില്ല അങ്കിൾ. അവസാനം അവളുടെ മനസ്സിന്റെ സന്തോഷം മാത്രം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ആ കുർത്ത ധരിച്ചുകൊണ്ട് ഫംഗ്ഷനിലേക്ക് എത്തിയത്. പക്ഷേ സംഭവിച്ചത് എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവസാനം സ്വാതി ഇവിടുന്ന് ബഹളം വെച്ച് പോയി കഴിയുമ്പോഴാണ് എല്ലാവരും കാര്യങ്ങൾ പറയുന്നത്. സത്യത്തിൽ ലച്ചു വാങ്ങിച്ചു തന്നതാണ് ആ ഡ്രസ്സെന്ന് ഒരിക്കൽ പോലും ഞാൻ ചിന്തിച്ചിരുന്നില്ല. സ്വാതി വാങ്ങിച്ച ഡ്രസ്സൊന്നും എൻ്റെ റൂമിൽ ഞാൻ കണ്ടതുമില്ല. ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കില്ലല്ലോ, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് അങ്കിൾ. അതിനു മുൻപ് തന്നെ അവൾ ഇവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. ഉടനെ സഞ്ജുവിനോട് പ്രഭു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യേ, അവള് പിണങ്ങി പോകുന്നു എന്ന് പറഞ്ഞ് നീ ഇവിടെ വിഷമിച്ചിരിക്കുകയാണോ, നീ വേഗം വന്ന് അവളെ കൂട്ടിക്കൊണ്ട് പോകാൻ നോക്ക്. അപ്പോഴേക്കും സഞ്ജു പറഞ്ഞു, ഞാൻ വരാം അങ്കിൾ, ഞാൻ വന്നാൽ അവൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞതും അവൾ എങ്ങനെ പ്രതികരിച്ചാലും ശരി, തൽക്കാലം നീ എത്രയും വേഗം ഇവിടെ വന്ന് അവളെ സമാധാനിപ്പിച്ച് കൂട്ടിക്കൊണ്ട് പോവുകയാണ് നല്ലത്, അവളെ ഇവിടെ നിർത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് സഞ്ജുവിനോട് പ്രഭ അറിയിച്ചു. ശരി അങ്കിൾ, ഞാൻ ഇപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞ് സഞ്ജു ഫോൺ വെച്ചു. അപ്പോഴേക്കും സഞ്ജു ആകെ വിഷമിച്ചിരിക്കുമ്പോൾ സഞ്ജുവിന്റെ അരികിലേക്ക് ശ്രീദേവി എത്തുന്നു. നീ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണോ, ശ്രീകുട്ടിയെ പോയി വിളിച്ചുകൊണ്ട് വരുന്നില്ലേ എന്ന് ചോദിച്ചതും ഉടനെ സഞ്ജു വേഗം ചാടി ഇരുന്നിട്ട് ചോദിച്ചു, ആ ലച്ചു അവൾക്ക് ആരാ എനിക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു തരാൻ, അവൾ എൻ്റെ ആരാ എന്ന് ചോദിച്ചതും ഉടനെ ശ്രീദേവി പറഞ്ഞു, നീ താലി കെട്ടിയ പെണ്ണ്. അത് കേട്ടതോടെ സഞ്ജു ഞെട്ടി. അപ്പോഴേക്കും സ്വാതിയുടെ മുഖത്തേക്ക് സ്വാതിയെ നീ വഞ്ചിക്കുകയായിരുന്നു എന്നുള്ള രീതിയിലുള്ള ശ്രീദേവിയുടെ നോട്ടം കണ്ട് സഞ്ജു ആകെ ഞെട്ടിത്തെറിച്ച് വെക്കുമ്പോൾ ഉടനെ ശ്രീദേവി പറഞ്ഞു, എല്ലാവരെയും പോലെ ഞാനും ഒരു മണ്ടിയാണെന്നാണോ നീ കരുതിയത്? ഒന്നും ഞാൻ അറിഞ്ഞില്ല എന്ന് നീ കരുതി അല്ലേ? എന്നാ എല്ലാം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. എല്ലാവരെയും ചതിച്ച് നീ വലിയ മഹാൻ എന്ന രീതിയിൽ നിൽക്കുകയാണല്ലേ. ഒരു വർഷം മുമ്പ് നീ ലച്ചുവിന്റെ കഴുത്തിൽ താലി കെട്ടിയതാണ് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയിരുന്നു. ഇനി ഒരു കാര്യം ഞാൻ പറയാം, പാവം ആ അമ്മു പറയുന്നതിലും അവൾ ചെയ്യുന്നതിലും ഒരു തെറ്റും ആർക്കും പറയാനാവില്ല. അതുകൊണ്ട് തന്നെ അമ്മുവിനെ ഇവിടെ നിന്ന് പുറത്താക്കാനാണ് നിന്റെ തീരുമാനമെങ്കിൽ ഒരു കാര്യം എൻ്റെ പൊന്നുമോ മനസ്സിലാക്കിക്കോ, അവളോടൊപ്പം ഞാനും ഈ വീടിൻ്റെ പടിയിറങ്ങിപ്പോകും. ഇതെല്ലാം എൻ്റെ മകനായ നീ വരുത്തി വെച്ച വിനകളാണ് ഇതെല്ലാം തന്നെ. ഇതിലെ എൻ്റെ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ശ്രീദേവി നിൽക്കുമ്പോൾ അവിടേക്ക് ലച്ചു എത്തി. ലച്ചു ശ്രീദേവിയുടെ സഞ്ജുവിൻ്റെ അരികിലേക്ക് എത്തിയതും ഒന്നും സംസാരിക്കാൻ പോലും നിൽക്കാതെ സഞ്ജു കലിയോടെ അവിടെ നിന്ന് പോകുന്നു. ലച്ചു ആകെ വിഷമത്തോടെ അങ്ങനെ നിൽക്കുമ്പോൾ ശ്രീദേവിയുടെ അരികിലേക്ക് എത്തി ലച്ചു ചോദിച്ചു, അമ്മേ ഞാൻ എന്ത് തെറ്റാ അമ്മേ ചെയ്തത്?
ശ്രീകുട്ടി ചേച്ചി അങ്ങനെ പെരുമാറാനുള്ള കാരണം എന്താ? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും എന്നോടൊന്ന് പറഞ്ഞതാ, എന്നാലല്ലേ എനിക്ക് തിരുത്താൻ പറ്റൂ എന്ന് പറഞ്ഞത്. ശ്രീദേവി പറഞ്ഞു, മോളെ, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തത് എൻ്റെ മോനാ എന്ന് പറഞ്ഞ് വേഗം വിഷമത്തോടെ ശ്രീദേവി സങ്കടപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ, അന്ന് ഫംഗ്ഷന് വേണ്ടി സദ്യ തയ്യാറാക്കി അതാരും കഴിക്കാതെ പോയതിന്റെ നിരാശയിൽ രാജു കിച്ചണിൽ നിൽക്കുമ്പോൾ ലച്ചു അവിടേക്ക് എത്തി. രാജുവേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചാൽ രാജുവേട്ടൻ സത്യം പറയോ? എന്താണ് ഇവിടെ ശരിക്കും സംഭവിച്ചത്? ഇന്ന് ശ്രീകുട്ടി ചേച്ചി അങ്ങനെ പറയാനും അതുപോലെ പെരുമാറാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചതും രാജു പറഞ്ഞു, ഈ ചോദ്യത്തിനുള്ള ഉത്തരം നൽകാൻ എനിക്ക് കഴിയില്ല ലച്ചു. അതുകൊണ്ട് തന്നെ ലച്ചു എന്നോട് കൂടുതലൊന്നും ചോദിക്കരുത് എന്ന് പറഞ്ഞതും ഉടനെ സഞ്ജുവിന്റെ കാര്യത്തിലുള്ള സ്വാതിയുടെ തീരുമാനവും അത്തരത്തിലുള്ള സംസാരത്തിന്റെയും കാരണം അന്വേഷിച്ചെത്തിയ ലച്ചുവിനോട്, ഭാര്യയ്ക്ക് ഭർത്താവിന്റെ മേൽ അവകാശമില്ലേ? ഭർത്താവിന്റെ മേൽ അവകാശം കൂടുതലും ഭാര്യയ്ക്കല്ലേ എന്ന ലച്ചുവിന്റെ ചോദ്യം കേട്ട്, അതെ, അത് മാത്രമാണ്, ഭാര്യയ്ക്ക് തന്നെയാണ് കൂടുതൽ അവകാശം, അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് രാജു പോകുന്നു. അതിനുശേഷം ആകെ നിരാശയോടെ ലച്ചു അങ്ങനെ നിൽക്കുമ്പോൾ കാഞ്ചനയുടെ അരികിലേക്ക്, അല്ലെങ്കിൽ സ്വാതിയെ വിളിച്ചുകൊണ്ട് പോകാനായി ചന്ദ്രകാന്തത്തിലേക്ക് സഞ്ജു എത്തുന്നു. കാറ് വന്ന് നിർത്തിയ ശബ്ദം കേട്ടുകൊണ്ട് പുറത്താറ വന്നല്ലോ എന്ന് കാഞ്ചന പ്രഭയോട് പറഞ്ഞു. കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടതോടെ കാഞ്ചന വാതിൽ തുറക്കാനായി പോകുന്നത് കണ്ട് പ്രഭ കാഞ്ചനയെ തടഞ്ഞു. കാഞ്ചന, എനിക്കൊരു കാര്യം പറയാനുണ്ട്. വന്നിരിക്കുന്നത് സഞ്ജുവാണ്. അതുകൊണ്ട് നീ ദേവിയത് സഞ്ജുവിനോട് ദേഷ്യപ്പെടുകയൊന്നും ചെയ്യരുത്. ഇത് കേട്ടതും കാഞ്ചന പറഞ്ഞു, അത് ശരി, അവൻ നാണമില്ലാതെ വീണ്ടും എത്തിയോ? എന്നെ മോളെ അവൻ്റെ കൂടെ ഞാൻ പറഞ്ഞയക്കുന്നില്ല എന്ന് പറഞ്ഞതും പ്രഭു പറഞ്ഞു, അല്ല മോളെ പറഞ്ഞയച്ചേ തീരൂ. നമ്മുടെ മോളുടെ ഭാവിയാണ് വലുത്. അതുകൊണ്ട് അവൻ എന്ത് പറഞ്ഞാലും എന്ത് പ്രവർത്തിച്ചാലും നമ്മളത് കേട്ടും സഹിച്ചു നിന്നേ പറ്റൂ എന്ന് പറഞ്ഞതും കാഞ്ചന പറഞ്ഞു, അങ്ങനെ നാണം കെട്ട് നിൽക്കേണ്ട അങ്ങനെ ജീവിക്കേണ്ട ബാധ്യതയൊന്നും, അങ്ങനെ നാണം കെട്ട് ജീവിക്കേണ്ട ബാധ്യതയൊന്നും എനിക്കോ എൻ്റെ മോൾക്കോ ഇല്ല. അങ്ങനെ ഒരു കെട്ടവരല്ല ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കാഞ്ചന ദേഷ്യത്തോടെ വാതിൽ തുറക്കാനായി പോകുന്നു. ഈ സമയത്ത് വാതിൽക്കൽ വന്ന് നിന്ന സഞ്ജുവിനെ വാതിൽ തുറക്കുന്ന കാഞ്ചന കലിയോടെ നോക്കുന്നു. സഞ്ജു മുഖത്തൊരു പുഞ്ചിരി വരുത്തിയിട്ടും കാഞ്ചനയുടെ മുഖം വളരെ ദേഷ്യത്തോടെ തന്നെ കടിച്ചു കീറാൻ പാകത്തിന് കലിയോടെ നിൽക്കുന്നത് കണ്ട് സഞ്ജു ഞെട്ടലോടെ നോക്കുന്നു.